ദിനേഷ് പെട്ടിൽ സ്വർണ്ണപ്പണി ചെയ്യുന്നവർ ഇപ്പോൾ അപൂർവം. ഇത് എവിടെയാണ് നെയ്തത്? ഈ നാട്ടിൽ തന്നെ. വില പറഞ്ഞപ്പോ ആരും തർക്കിച്ചില്ല. അതിമോഹം നന്നല്ല. സാധനങ്ങളുടെ വില, ഒരാഴ്ചത്തെ അധ്വാനം, അർഹിക്കുന്ന ലാഭം. നിനക്ക് സഹായത്തിനൊരു സ്ത്രീയെ കൂടെ നിർത്തിയാൽ വ്യാപാരം വലുതാവുമ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ. വേണ്ടി വരും. കമ്പളങ്ങൾക്ക് മാത്രമായി ഒരു പീടിക വെക്കാൻ കഴിയുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. വീണ്ടും ഒരു കൊച്ചു മുതലാളിയാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോ പറയണ്ട. പഴയ ദുശീലങ്ങളുടെ കാര്യമല്ലേ മനസ്സിൽ. ഇല്ല, ഇനി അബദ്ധങ്ങൾ പറ്റില്ല. എന്താ വില? ഒരാള് നേരത്തെ പറഞ്ഞു വെച്ചതാണ്. എന്നാൽ അയാൾ വീട്ടിൽ വന്ന് കച്ചവടം നടത്തും. ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതിനൊക്കെ ഒരു വിലയുണ്ട്. എന്താ വില? 500 ദിനാർ. 500 ദിനാർ. വരട്ടെ, ഞാൻ വിൽക്കുന്നില്ല. ഇത് എവിടുത്തെ ന്യായം? ഏയ്, നിങ്ങളിത് കേൾക്കുന്നില്ലേ? ഇത് എവിടുത്തെ ന്യായം? എന്ത് നിയമം? നോക്കൂ, ഇയാൾ 500 ദിനാർ പറഞ്ഞു, ഞാൻ കൊടുത്തു, മോഹവിലയാണ്. എന്നിട്ടിപ്പോൾ പറയുന്നു എനിക്ക് വിൽക്കുന്നില്ലെന്ന്. ഇത് എന്ത് ന്യായം? 500 വില പറഞ്ഞു. വില തന്നോ? കച്ചവടത്തിൽ വാക്ക് പറഞ്ഞ പതിവില്ല ഈ ചന്തയിൽ. മുതൽ നിങ്ങളുടേതാണ്.
നമ്മുടെ കമ്പള കച്ചവടക്കാരൻ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? എന്റെ ഒരു പഴയ പരിചയക്കാരൻ ഇവിടെ എവിടെയോ ആണെന്ന് പറഞ്ഞൊരു ഓർമ്മ. ശരി. നേരത്തെ കച്ചവടം കഴിഞ്ഞു. ഒരാൾ പതിവുകാരനല്ല, ചോദിച്ചപ്പോ ഒഴിവാക്കാൻ 500 പറഞ്ഞു. അയാൾ തന്നു. വേണ്ടിയിരുന്നില്ല. ഇതാണോ വീട്? നന്നായി. വല്ലാത്ത ക്ഷീണം, വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം കിട്ടിയ ഉപകാരായി. ആരാ പുറത്ത്? ചന്തയെ കണ്ട ഒരാൾ കുടിക്കാൻ വെള്ളം ചോദിച്ചു കയറിയതാ. വല്ലാത്ത വിശപ്പ്. എന്റെ ഭാര്യ കാലത്തെന്തോ പൊന്നു കെട്ടി തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിക്കുന്നോണ്ട് വിരോധമില്ലോ. അല്പം ആഹാരം വേണ്ട, എന്റെ ആഹാരം അകത്തുണ്ട്. എന്നാൽ ഇങ്ങോട്ട് എടുക്ക്, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. അതല്ല എന്റെ മര്യാദ. അത് സാരമില്ല. എന്നാ ഞാൻ അകത്തോട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ എന്നാ ഇതെങ്കിലും കഴിക്കൂ.